ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പുട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചെമ്മീൻ കൊണ്ടും മറ്റൊന്ന് പഴം കൊണ്ടിട്ടുമാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് പുട്ട് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയല്ല, മുഴുവനായിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മട്ട അരിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരി വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വെള്ളരിയും ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് മട്ട അരി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അരി നമുക്ക് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ രാത്രി കഴുകി കുതിരാൻ വേണ്ടി വെച്ചാൽ മതിയാവും. ഓവർനൈറ്റ് ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിർത്തിയിട്ട് 4 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഞാനൊരു അരിപ്പയിലേക്ക് നമ്മുടെ അരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ ഇരുന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോട്ടെ. ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് മാക്സിമം ഇരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തരുതരുവായിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് നൈസായിട്ട് പൊടിയൊന്നും ആവണ്ട. പുട്ടിന്റെ പൊടിയുടെ ആ ഒരു പരുവില്ല, അതുപോലെ ചെറിയ തരികളോടുകൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് കുറച്ച് ഒരളവിൻ്റെ കാണിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇട്ട് പൊടിച്ചത്. അപ്പോഴേ എനിക്ക് നന്നായിട്ട് കിട്ടിയുള്ളൂ. നിങ്ങൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് പൊടിച്ച് ഇതുപോലെ തരുതരുവായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം പൊടിച്ചെടുത്തത് ഇതാണ്. അപ്പോൾ ഇതാ ഇവിടെ അത് മുഴുവനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ടാണ് ഇത് പൊടിച്ചിട്ടുള്ളത്. നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ടല്ല. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലും പ്രത്യേകിച്ച് വെള്ളമൊന്നും അധികം ഇല്ലാതെ നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അരഞ്ഞൊക്കെ പോവും. അപ്പോൾ നന്നായിട്ട് വെള്ളം തോർന്നതിന് ശേഷം ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഒരുപാട് വെള്ളമൊന്നും ആവരുത്, എങ്കിൽ ഇതുപോലെ നല്ല തരുതരുവായിട്ടുള്ള പൊടിയായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടി, അതായത് നമ്മുടെ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും ഇട്ട് വറുക്കരുത്. ചെറുതായിട്ടൊന്ന് ചെറു ചൂടാക്കിയാൽ മാത്രം മതിയാകും. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ചൂടായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെക്കണ്ട. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ചൂടായി പോവും. നമ്മൾ ഇനി ഈ പുട്ടിനൊന്ന് നനച്ചെടുക്കണമല്ലോ, സാധാരണ പുട്ടിന്റെ പൊടി നനക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടി നനക്കുന്ന പോലെയൊക്കെ ചെയ്ത് വെക്കാം. അതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമ്മുടെ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിത് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇതുപോലെ നനച്ചു കൊടുത്തിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തരികളായത് കൊണ്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴേക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. വെള്ളം കോരിയൊന്നും ഒഴിക്കരുത്. ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് വേണം നനച്ചെടുക്കാനായിട്ട്. അങ്ങനെ പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന ആ സാധാരണ പരുവമില്ല, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു പരുവം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിത് നനച്ചെടുക്കാം. ഇത് കറക്റ്റായിട്ടുണ്ട്.
ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ പുട്ടിലെ വെള്ളമെല്ലാം ഇതിൽ നിന്ന് വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒന്ന് തളിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ പുട്ടും അതുപോലെ തന്നെ പഴവും കൊണ്ടിട്ട് 2 ടൈപ്പ് പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ റെഡിയാക്കി എടുക്കാം. ആ സമയം കൊണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നമ്മൾ പുട്ടിനൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെയുള്ള ചെറിയ ചെമ്മീൻ എടുക്കുമ്പോഴായിരിക്കും. വലിയ ചെമ്മീൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പുട്ടിന്റെ കൂടെ ഉണ്ടാക്കുമ്പോഴേക്ക്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു 7-8 ചുവന്നുള്ളി വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഐറ്റംസ് എല്ലാം ഒന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മൂത്ത് വരട്ടെ. ഇതിന്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ചെറുതീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചതച്ചിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം കരിഞ്ഞു പോവും. കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരട്ടെ. അപ്പൊ ഇതെല്ലാം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇനി ആ പൊടികളുടെ ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം നേരം ഒന്നും മിക്സ് ചെയ്യണ്ട. തീ കുറച്ചിട്ട് ഒരു മിനിറ്റോളം ഏകദേശം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ തീ ഒരല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വറ്റി ഈ അരപ്പെല്ലാം ചെമ്മീനിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് തീ ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനിലെ വെള്ളമെല്ലാം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഏറ്റവും ലാസ്റ്റ് ഈ ചെമ്മീൻ വറ്റിയതിന് ശേഷം നമ്മുടെ പൊടികളും അതുപോലെ തന്നെ ഈ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് അതിൽ നന്നായിട്ട് ചേർന്നിരിപ്പുണ്ടാവും. ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെമ്മീനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവാനായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിലൊക്കെ പിടിക്കാതെ നോക്കണം, നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ. കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ നേരത്തെ നനച്ചു വെച്ചിട്ടുള്ള പുട്ടിന്റെ പൊടിയാണിത്. അപ്പം ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ നേരത്ത് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഇതേക്ക് തളിച്ചിട്ട്, ഒരുപാടൊന്നും ആവരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ഇതേക്കൊന്ന് തളിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിന്റെ പൊടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി പുട്ടുണ്ടാക്കാം.
ഞാനിവിടെ ഇതുപോലെയുള്ളൊരു അച്ചിലാണ് പുട്ട് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പുട്ടുകുറ്റിയാണെങ്കിൽ അതിലും തയ്യാറാക്കാം. അഥവാ പുട്ടുകുറ്റി ഇല്ല, ഇതുപോലത്തെ ഒരു അച്ചാണ് ഉള്ളതെങ്കിൽ ഇതിലും റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ചില്ലിട്ടതിന് ശേഷം കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യുകയും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലെവല് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ച് അതിൻ്റെ മീതേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിൻ്റെ മീതേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ ചെമ്മീൻ കൂടി ചേർക്കാം. പിന്നെ വീണ്ടും ചെറിയൊരു ലെയറായിട്ട് നമ്മുടെ അരിപ്പൊടി ചേർക്കാം. ചെറുതായിട്ടൊന്ന് അധികം പ്രസ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ പുട്ട് നിറച്ച് അച്ച് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമുക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിൻ്റെ ആവി നന്നായിട്ട് പോകുന്നുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ആവി പോയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ പുട്ടുകുറ്റിയിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ലെയറായിട്ട് വെച്ചാൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ വെച്ചിട്ടല്ലേ തയ്യാറാക്കി. ഇപ്പോൾ ചെമ്മീനൊന്നും ഇല്ല എങ്കിൽ പോലും ഇതുപോലെയുള്ള പുട്ടിന് ഇടയ്ക്ക് ഏത്തപ്പഴം ഒന്ന് വെച്ചു കൊടുത്താലും നന്നായിട്ട് കിട്ടും. നമുക്ക് പഴം കൊണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ അരിപ്പൊടി ഇടുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇതുപോലെ ചെറിയ റൗണ്ട് പീസായിട്ടോ അല്ലെങ്കിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മീതേക്ക് വീണ്ടും തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലെയർ ഈ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യുക. വീണ്ടും ഇത് ആവിയിൽ ഒരു 6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ രണ്ടാമത്തെ പഴം കൊണ്ടുണ്ടാക്കിയ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് മാറ്റാം. ഇതാ 2 പുട്ടും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്